വന്യമൃഗശല്യം രൂക്ഷമായതോടെ കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ കർഷകർ ദുരിതത്തിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് സത്യഗ്രഹ സന്ദേശയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് കർഷക കൂട്ടായ്മ. ഇപ്പോൾ വന്യജീവികൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ജീവിക്കണം എന്ന മുദ്രാവാക്യവുമായി കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ വെള്ളരിക്കുണ്ടിൽ കർഷകർ പ്രതിഷേധത്തിലാണ്. പ്രതിഷേധം സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം. കാട്ടാന, കാട്ടുപന്നി എന്നിവയുടെ ആക്രമണമാണ് വെള്ളരിക്കുണ്ടിലെ കർഷകരെ ദുരിതത്തിലാക്കുന്നത്. തെങ്ങിൽ കയറി തേങ്ങയെല്ലാം കുരങ്ങന്മാരും നശിപ്പിക്കുന്നുണ്ട്. വനം വകുപ്പിന്റെ പ്രതിവിധിയെല്ലാം കടലാസിൽ ഒതുങ്ങുന്നു എന്നാണ് കർഷകരുടെ ആക്ഷേപം. വനം വകുപ്പിന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പത്രക്കുറിപ്പിലൂടെ പറയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. കാട്ടുപന്നിയുടെ കാര്യം പഞ്ചായത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. കുരങ്ങിൻ്റെ കാര്യത്തിൽ ഷെഡ്യൂൾ 1 നിന്ന് 2 മാറ്റാൻ കേന്ദ്രത്തിന് എഴുതിയിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ല. പോത്തിനെയോ കാട്ടാനെയോ ശല്യം ചെയ്യുന്നതായിട്ട് കണ്ടാൽ DFO ഓഫീസിലെ സംവിധാനത്തിൽ അറിയിക്കുക. കൂടുതലൊന്നും പറയാനില്ല. നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി ഓൺലൈനിൽ അപേക്ഷിക്കുക. അതിനെ സംബന്ധിച്ച് കൂടി ഇത് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ പ്രഹസനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ആയിരക്കണക്കിന് പരാതികൾ കിട്ടിയപ്പോൾ ആളുകളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഈ ഒരു നിലയിൽ പരാതി സ്വീകരിക്കുകയും അതിൽ നിന്ന് മറുപടി വീടുകളിൽ എത്തിക്കുകയാണ്. തെങ്ങ്, കമുക്, വാഴ, കപ്പ തുടങ്ങി ഈ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ഫലം തരുന്ന തെങ്ങ് നശിച്ചാൽ കർഷകന് ലഭിക്കുന്നത് വെറും 770 രൂപയാണ്. ഒരു മുരട് കപ്പ നശിച്ചാൽ ലഭിക്കുന്നത് 10 രൂപയും. വാഴവിത്തിന് തന്നെ 20 രൂപ നൽകണം. വളം, കീടനാശിനി, പണിക്കൂലി തുടങ്ങിയ ചെലവ് വേറെയും. എന്നാൽ വാഴ നശിച്ചാലും നഷ്ടപരിഹാരമായി ലഭിക്കുന്നത് വെറും 10 രൂപ മാത്രം. 770 രൂപയാണ് ഇപ്പം അതിൻ്റെ നഷ്ടപരിഹാരമായിട്ടുള്ളത്. അത് കാലഘട്ടത്തിനനുസരിച്ച് മാറണം. 10-15-20 വർഷങ്ങൾക്ക് മുമ്പുള്ള റേറ്റാണ്. ഇന്ന് ഇപ്പോൾ ഉൽപ്പന്നത്തിനൊക്കെ മാന്യം വിലയുണ്ട്. പക്ഷേ ആദായം എടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കുരങ്ങൻ്റെ ശല്യം വളരെയധികം കൂടുതലായിട്ടുണ്ട്. കാട്ടുപന്നി അതുപോലെ തന്നെ ഉള്ള കയ്യാലകളും വാഴയെല്ലാം കുത്തി നശിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ 1500 മൂട് കപ്പയാണ് ഒരു കർഷകൻ്റെ കുത്തി നശിപ്പിച്ചിരിക്കുന്നത്. മലയോര മേഖലയിൽ കർഷകർ കൃഷി ഉപേക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. വനമേഖല പ്രദേശമുണ്ട്. മലയോര മേഖലയിൽ കൃഷികളെല്ലാം നിർത്തി. കപ്പ, ചേന, ചേമ്പ് എന്ന് വേണ്ട മനുഷ്യ ഭക്ഷ്യയോഗ്യമായ എല്ലാ വിളകളും കൃഷിക്കാർ നിർത്തി. കാരണം അവർക്ക് കിട്ടുന്നില്ല. ഓരോ വർഷം ചെയ്യുന്ന കൃഷിയിൽ 4-1 പോയിട്ട് 10-1 പോലും കിട്ടുന്നില്ല അവസ്ഥയെ. കാരണം കൃഷിക്കാരെല്ലാം മലമുകളിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ടൗണിലേക്ക് പോരുകയാണ്. അപ്പോൾ കൃഷി അവിടെ നിലച്ചു. ഒരാഴ്ച നീളുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹ സന്ദേശയാത്ര 15-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വിവിധ കർഷക സംഘടനാ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനതല വാഹനജാഥയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ 100 മണിക്കൂർ ഉപവാസവും സംഘടിപ്പിക്കുന്നത്. വന്യജീവി ശല്യം തടയണമെന്നും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. കാസർഗോഡ് നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.